നമ്മുടെ ചെങ്ങന്നൂരുകാരെ, പ്രത്യേകിച്ച് ചെങ്ങന്നൂർ KSRTC ബസ് സ്റ്റാൻഡിന്റെ ദിവസവും സഹിക്കുന്ന ആളുകൾ, അതിൻ്റെ ഒരു മികച്ച നിലവാരവും ആ നല്ല അന്തരീക്ഷവും ഒക്കെ കൊണ്ട് തന്നെ ചെങ്ങന്നൂരിൻ്റെ അഭിമാന താരത്തെ ദിവസവും ഒരു നേരമെങ്കിലും സ്മരിക്കാതിരിക്കില്ല. അപ്പോൾ കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് വല്ലാത്തൊരു വിഷമം. അവിടെ നക്ഷത്രം എണ്ണിക്കൊണ്ടിരിക്കുകയാണല്ലോ ആളുകൾ സ്ഥിരമായിട്ട്. അപ്പോൾ ഇങ്ങനെ നക്ഷത്രം എണ്ണുന്ന കൂട്ടത്തിൽ നമ്മുടെ അഭിമാന താരത്തെ കാണാനില്ല. പ്രജകൾക്ക് വേണ്ടി കരഞ്ഞ ചെങ്ങന്നൂരിൻ്റെ അഭിമാന താരമേ കാണാനില്ല. ഏതായാലും ഇത്രയും മനുഷ്യർ കിടന്ന് ആവലാതി കാണിക്കുകയല്ലേ എന്ന് കരുതി ഞാനൊന്ന് അന്വേഷിച്ചിറങ്ങിയതാ. കിട്ടി, ഫ്രാൻസിൽ നിന്ന് കിട്ടി. ഫ്രാൻസിൽ എന്നാ വിശേഷം? നമ്മുടെ കടൽ മീനുകളെ സംരക്ഷിക്കുന്നതിൻ്റെ കാര്യത്തിന് പോയതാ. നമ്മുടെ പ്രതാപചേട്ടൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ആകപ്പാട് ഇനി ഒരു 10-15 മീൻ അറബിക്കടലിൽ മിച്ചമുള്ളതാണ് നമ്മുടെ ലോകത്തിൻ്റെ ആകെയുള്ള മത്സ്യസമ്പത്ത്. അതിനെ സംരക്ഷിക്കാൻ ഇനി സജിയച്ചായനെ കൊണ്ടേ കഴിയൂ. കേരളത്തിൽ നിന്ന് സജിയച്ചായൻ ചെന്ന് അവർക്ക് അതിനുള്ള പരിഹാര മാർഗങ്ങൾ ഇത്ര ഉള്ളതിനെ പിടിച്ചു നിർത്താൻ ഇനി എന്ത് ചെയ്യണം ലോകരാജ്യങ്ങൾ എന്നൊക്കെ പ്രസംഗിച്ചിട്ട് വേണം ബാക്കിയുള്ള ആളുകൾക്ക് അത് കേട്ട് പ്രവർത്തിക്കാൻ. മനസ്സിലായില്ലേ? അതുകൊണ്ട് ഇട്ടിരുന്ന വെള്ള ഷർട്ടിൻ്റെ അടിയിലോട്ടൊരു പാൻറ്റും വലിച്ചു കയറ്റി 2 ഷൂവും കാലിലെടുത്തിട്ട് അച്ചായൻ അങ്ങ് ഇറങ്ങിയെന്ന്. ഓസിനല്ലേ? എങ്ങനെ? ജനങ്ങളുടെ കാശിനല്ലേ? ഇവരിപ്പോൾ തള്ളി മറിക്കുന്നുണ്ടല്ലോ, ഞങ്ങൾ പോകുന്നതൊക്കെ അവരാണ് അതിൻ്റെ പൈസ ചെലവ് മുടക്കുന്നത്, ചെലവെല്ലാം വഹിക്കുന്നത് ഈ സംഘടനകളാണ്. ഇങ്ങേരിപ്പോൾ പോയിരിക്കുന്നത് 2025 UN ഓഷ്യൻ കോൺഫറൻസിനാണ്. അപ്പോൾ അതിൻ്റെ രജിസ്ട്രേഷനുള്ള ഗൈഡ് ലൈൻസും കാര്യങ്ങളും എല്ലാം അവർ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ പ്ലീസ് നോട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രത്യേക ഒരു കാര്യം പറയുന്നുണ്ട്. എന്താണെന്നറിയോ? പാർട്ടിസിപ്പൻസ് ആർ റെസ്പോൺസിബിൾ ഫോർ ഓൾ നെസസറി അറേഞ്ച്മെൻറ്റ്സ് റിലേറ്റഡ് ടു ദെയർ പാർട്ടിസിപ്പേഷൻ ഇൻക്ലൂഡിംഗ് ട്രാവൽ, വിസ ആൻഡ് അതേഴ്സ് ആസ് അപ്രോപ്രിയേറ്റ്. അതായത് സ്വന്തം കീശയിൽ നിന്ന് കാശ് മുടക്കിയാണ് പോകേണ്ടത്. ശമ്പളത്തിൽ നിന്നല്ലല്ലോ ഏതായാലും പോകുന്നത്. 90-ാം വയസ്സിൽ പെൻഷൻ വാങ്ങിക്കുന്ന പെറ്റ തള്ളയുടെ അടുത്ത് കണ്ണുകടി കാണിക്കുന്ന ആള് സ്വന്തം കീശയിൽ നിന്ന് കാശ് മുടക്കി പോവോ? എന്താണ് ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ സജിയച്ചായൻ എന്താ പറഞ്ഞത്? മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം കടൽ മത്സ്യങ്ങളെ, കടൽ വിഭവങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിച്ചതാണെന്ന്. എന്ത് പ്രയോജനം? വിഴിഞ്ഞത്ത് പോയിട്ടുണ്ടോ? വിഴിഞ്ഞം കണ്ടായിരുന്നു ഈയിടെയെങ്ങാനും. റോഡ് കണ്ട് പഠിക്കാൻ വേണ്ടി ഒരു സെക്ഷൻ ആളുകൾ പോയി. വേറെ കൃഷി രീതികൾ കണ്ട് പഠിക്കാൻ വേണ്ടിയിട്ട് കുറേ ആളുകൾ പോയി. പോകുക, അവിടെ എല്ലാം അടിച്ച് കറങ്ങുക, എന്തെങ്കിലും വാങ്ങിച്ച് കഴിക്കുക, ഷോപ്പിംഗ് നടത്തുക, ഇങ്ങി വരിക. പിന്നെ സജിയച്ചാനായതുകൊണ്ട് പോകാൻ ഒരുവിധം പറഞ്ഞ യോഗ്യതയുണ്ട്. കാരണം വരാൽ മീനെയൊക്കെ കഴിച്ചുകൊണ്ട് കടൽ മീനെ നമുക്ക് എങ്ങനെ സംരക്ഷിക്കാം, മിച്ചമുള്ളതിനെ നമുക്ക് എങ്ങനെ വെറുതെ വിടാം എന്ന് ജീവിച്ച് കാണിച്ചു തന്ന ആളെന്നുള്ള രീതിയിൽ ഒരു ചെറിയ യോഗ്യതയൊക്കെ ഉണ്ടെന്ന് പറയാം. എന്നാലും സ്വന്തം കാശ് മുടക്കി പോകണ്ടേ ചായ? അതോ ഇനി നിലമ്പൂരിൽ ഇനി ഇവിടെ നിന്ന് പ്രചാരണത്തിനൊന്നും ഇറങ്ങിയിട്ട് കാര്യമൊന്നുമില്ല, അതുകൊണ്ട് നീയെങ്കിലും അവിടെ പോയി ടൂറൊക്കെ അടിച്ച് വാ എന്നും പറഞ്ഞ് മുഖ്യദാസം വിട്ടതാണോ? നിങ്ങൾ ആരെങ്കിലും വിദേശത്ത് ഏതെങ്കിലും ഒരു സെമിനാറിനോ കോൺഫറൻസിനോ പോയി അതിൽ പങ്കെടുത്തിട്ട് ഇന്ന് വരെ കേരളത്തിലെ ജനങ്ങൾക്ക് 10 പൈസയുടെ നേട്ടം ഉണ്ടായിട്ടുണ്ടോ? ഏതെങ്കിലും മേഖലയിൽ എന്തെങ്കിലും ഒരു ചലനം സൃഷ്ടിക്കാൻ നിങ്ങളുടെ വിദേശ പര്യടനം സഹായിച്ചിട്ടുണ്ടോ? അല്ല, നിങ്ങൾ തന്നെ പറയുമ്പോൾ ആളുകൾ പറയുന്നത് നിനക്കിരുന്ന് സർക്കാരിനെ കുറ്റം പറയലാണ് ജോലി, നീ അങ്ങനെയാണ് ജീവിക്കുന്നത്. ഈ പറയുന്നത് സത്യമല്ലേ എന്നൊന്ന് ചിന്തിച്ച് നോക്ക്. അപ്പോൾ പ്രധാനമന്ത്രി പോകുന്നില്ലേ എന്ന് ചോദിക്കും. പ്രധാനമന്ത്രി പോകുന്നുണ്ടെങ്കിൽ ഭാരതത്തിന് എന്തെങ്കിലുമൊക്കെ പ്രയോജനപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, പല കരാറുകളിൽ ഒപ്പുവെക്കുന്നുണ്ട്, അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളുമായിട്ടുള്ള സൗഹൃദം, ആ ഒരു ബന്ധം അങ്ങനെ നിലനിർത്തുന്നുണ്ട്, അതിനെ കൂടുതൽ മെച്ചപ്പെടുത്തുന്നുണ്ട്, പുതിയ പുതിയ സൗഹൃദങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ഭാരതം ഒരു യുദ്ധത്തിലേക്ക് എന്നുള്ള ഒരു ഘട്ടം പോലും വന്നപ്പോൾ നമ്മൾ തിരിച്ചറിഞ്ഞതാണ് മറ്റെല്ലാ രാജ്യങ്ങളും ഭാരതത്തിന് തന്ന പിന്തുണ. അത് ആ രാജ്യങ്ങളുമായിട്ടുള്ള നമ്മുടെ നയതന്ത്ര ബന്ധത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിലാണ്. ലോകരാജ്യങ്ങൾക്കിടയിലുള്ള ഭാരതത്തിൻ്റെ ഇന്നത്തെ പൊസിഷൻ്റെ അടിസ്ഥാനത്തിലാണ്. അതുപോലാണ് ഇവിടുന്ന് പോയി ഇരുമ്പ് കസേരയിൽ ഇരിക്കുന്നത്. ഇങ്ങേരിപ്പോൾ ഈ പൈസയും ചിലവാക്കി ഇവിടുന്ന് അങ്ങ് പോയിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? എന്തെങ്കിലും ആവശ്യമുണ്ടോ? നേരെ ചൊവ്വേ വർത്തമാനം പറയാൻ അറിയത്തില്ല, സ്വന്തം രാജ്യത്തെ ഭരണഘടനയെ ബഹുമാനിക്കാൻ അറിയത്തില്ല, പിള്ളേർ ലഹരി ഉപയോഗിക്കുന്നതിനെ എങ്ങനെ തടയണമെന്നറിയത്തില്ല, അതിനെ എങ്ങനെ പ്രോത്സാഹിപ്പിക്കണമെന്നേ അങ്ങേർക്ക് അറിയാവുള്ളൂ. ഇങ്ങനെയുള്ള ആളുകളൊക്കെ ഇവിടെയൊക്കെ ചെന്ന് ഇരുന്നിട്ട് എന്താ പ്രയോജനം? അല്ലെങ്കിൽ പോട്ടെ, വല്ല തമിഴ്നാട്ടിലോ ആന്ധ്രാപ്രദേശിലോ എന്തെങ്കിലും ഒരു സെമിനാറോ കോൺഫറൻസോ ഒക്കെ ഉണ്ടെങ്കിൽ പോയിട്ട് വാ, ഇന്ത്യയുടെ അകത്ത് എവിടെങ്കിലും പോ. അത്രയും കാശ് ഞങ്ങളുടെ നിന്ന് പിടുങ്ങിയാൽ മതിയല്ലോ. ഏതായാലും ഫ്രാൻസ് വരെ പോയതല്ലേ, നല്ല പെർഫ്യൂമുകളൊക്കെ കിട്ടും, നല്ല വെറൈറ്റി ആഹാരങ്ങളൊക്കെ കിട്ടും, എല്ലാം കഴിച്ച് ഒന്ന് കറങ്ങി അടിച്ചേച്ചൊക്കെ വന്നാൽ മതി. ഒടുക്കത്തെ കറക്കാം.